അസ്സലാമു അലൈക്കും. അബുദാബി വൈറ്റ് പേപ്പർ മീഡിയ സമർപ്പിക്കുന്ന UAE എക്സ്ചേഞ്ച് മുഖ്യ പ്രായോജകരായ ഇഫ്താർ വിത്ത് കോയ എന്ന പരിപാടിയുടെ ഏകദേശം അവസാനത്തെ ലക്കത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈദ് ഒരു മധുര സ്മരണയാണ്. ഈദുൽ ഫിത്തർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഫിത്തർ സക്കാത്തിനു വേണ്ടി കൂട്ടം കൂടി വീടുകളിൽ പോയിരുന്ന ഓർമ്മയുണ്ട്. പലപ്പോഴും വീട്ടിൽ കഞ്ഞിക്ക് വകയില്ലാത്ത നാളുകളിൽ പോലും അയൽപക്കങ്ങളിലെ സമ്പന്ന വീടുകളിൽ ചെന്ന് ഫിത്തർ സക്കാത്ത് സ്വീകരിക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങൾക്കും നിറവുണ്ടാകുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. ഫിത്തർ സക്കാത്തിൻ്റെ പൊലിമയിൽ ആഘോഷിച്ച പെരുന്നാളുകൾ, പുതിയ ഉടുപ്പിനു വേണ്ടിയുള്ള പ്രതീക്ഷകൾ, സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും നടുവിൽ അന്തിച്ചു നിന്നുപോയ ആളുകളിൽ നമ്മളും പലരും നമ്മെ തിരിച്ചറിയുന്നുണ്ടാകും. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് സമൃദ്ധി കൊണ്ടുവന്ന ഈ ഗൾഫ് നാടുകൾക്ക് പ്രണാമം അർപ്പിക്കുക മാത്രമാണ് നമുക്ക് സാധ്യമാവുക. നമ്മുടെ ജീവിതത്തിൽ, മനസ്സിലും ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നിറഞ്ഞ പെരുന്നാളുകൾ ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ ആസ്വദിക്കാം ഒന്നിച്ച്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇനി റംസാൻ മുബാറക്കിൻ്റെ കൂടെ ഈദ് മുബാറക്ക് കൂടെ പറയേണ്ട സമയമായി അല്ലേ? അല്ലേ? അടുത്ത മണിക്കൂറുകളിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പെരുന്നാൾ ആണല്ലോ. അപ്പം ഈ നോമ്പിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങളെല്ലാവരും ഈ പാദമുദ്രകളിൽ ഒരു വലിയ ജീവിതത്തെ ചെറുതായി അവതരിപ്പിക്കാനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ കൂടെ നിന്നു എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മൾ പറഞ്ഞു, നിബിതങ്ങൾ യാത്രയാകുമ്പോൾ പോലും സ്വന്തം സമൂഹത്തെക്കുറിച്ച് മാത്രം ആധി കൊണ്ട ആളാണ്. അസ്രായിൽ മലക്ക് റൂഹിനെ പിടിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞാണ് മരണപ്പെടുന്നത്. എൻ്റെ സമൂഹത്തെക്കുറിച്ച്, സ്വന്തം വേദനകൾ സമൂഹത്തിന് കൊടുക്കാതെ സമൂഹത്തിൻ്റെ വേദനകൾ അകറ്റാൻ ശ്രമിച്ച ആളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ആ വഴി പിന്തുടർന്നുകൊണ്ടാണ് ഒരു ഭരണക്രമം മക്കയും അറബ് ലോകവും സ്വീകരിക്കുന്നത്. എന്താണ് ആ ഭരണ സംവിധാനത്തിനുള്ള പേരെന്നറിയാമോ? ഖലീഫമാരുടെ ഭരണം അല്ലേ? ഖലീഫമാർ എന്ന് കേട്ടിട്ടില്ലേ? പ്രതിപുരുഷ ഭരണമാണ് അല്ലേ? ഖലീഫമാരാണ് പിന്നീട് ഭരണം ഏറ്റെടുക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായ പ്രധാനപ്പെട്ട 4 ഖലീഫമാർ ആരൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ ഹഫ്ഫാൻ, പിന്നെ അലി ബിൻ അബി താലിബ്. ഈ 4 ഖലീഫമാരാണ് നബി തങ്ങളുടെ ശേഷം അറബ് ലോകത്തെ ഭരിക്കുന്നത്. പക്ഷേ ഖലീഫമാരുടെ ഭരണകാലത്തെ ചരിത്രത്തിൽ എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ ലോകത്ത് ഇന്നിപ്പം ഒരുപാട് ഭരണക്രമങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. നമ്മളെ ഇന്ത്യക്കാർ ജനാധിപത്യം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ഭരണ സംവിധാനത്തെ പിന്തുടരുന്നവരാണ് അല്ലേ? ആണല്ലോ. ഡെമോക്രസി അല്ലേ നമ്മുടെ രാജ്യത്ത് അല്ലേ? ആ ഡെമോക്രസിയുടെ ഏറ്റവും നല്ല രൂപം എന്ന് പറയാവുന്നത് ഒരുപക്ഷെ ഇസ്ലാമിക ഭരണകാലമാണ് എന്ന് പറയണം. എല്ലാ പ്രവിശ്യകളിലും ഗവർണർമാർ, ആ ഗവർണർമാർ അവിടെങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നു. ആ ഗവർണറേറ്റ് ചേർന്ന് അവരുടെ പ്രശ്നങ്ങളെല്ലാം, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ പ്രാതിനിധ്യ ഭരണം, റെപ്രസെൻറ്റേറ്റീവ് റൂൾ എന്ന് പറയുന്നതിൻ്റെ, പ്രാതിനിധ്യ ഭരണത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഭരണകർത്താക്കൾ ആയി നിൽക്കുന്ന ആളുകൾ പോലും, നിങ്ങൾ ചില പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, അന്നത്തെ ഖലീഫമാർ പലരും ദരിദ്രരായിരുന്നു എന്ന്. സമ്പത്തുള്ളവരായിരുന്നിട്ട് പോലും അതെല്ലാം സ്വന്തം സമൂഹത്തിന് കൊടുത്ത് സ്വയം ദരിദ്രരായി ജീവിച്ച ഭരണാധികാരികളാണ് അവരൊക്കെ. അപ്പം എല്ലാം പിടിച്ചടക്കുവാനല്ല, ഉള്ളത് കൊടുക്കുവാനാണ് ഭരണാധികാരി എപ്പോഴും ശ്രമിക്കേണ്ടത് അല്ലേ? ശരിയായ ഭരണാധികാരികൾ അങ്ങനെയാണ്. അങ്ങനെ ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ക്ഷേമവും സമൃദ്ധിയും അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവുക, എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകുക, എല്ലാവർക്കും തൊഴിലുണ്ടാവുക, അങ്ങനെ എല്ലാവരും രോഗങ്ങളിൽ നിന്നകന്ന്
ജീവിക്കാനിടയാകുക, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കുമായി പങ്കുവെക്കുന്ന ഒരു നല്ല ഭരണക്രമം, അതായിരുന്നു ഖലീഫമാരുടെ ഭരണക്രമം എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് പലയിടത്തും, അല്ലേ? പല ഖലീഫമാരുടെയും ഭരണത്തെ മഹാത്മാഗാന്ധി അടക്കമുള്ള ഒട്ടേറെ രാഷ്ട്രീയ വിജ്ഞാനികൾ പലയിടത്തായി പ്രശംസിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നല്ല അടയാളങ്ങളാണ്. നമ്മൾ പെരുന്നാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ നന്മകളെക്കുറിച്ചും നമുക്ക് ഓർക്കാം. ആ നന്മകളെയൊക്കെ നമുക്ക് പിന്തുടരാം. നിങ്ങളുടെ കുഞ്ഞു മനസ്സുകളിലൊക്കെ ഇപ്പോൾ വന്ന കുറേ ചിത്രങ്ങളുണ്ട്, അല്ലേ? ഇതുകൊണ്ടെല്ലാം അങ്കിളിന് പറയാൻ പറ്റിയെന്നല്ല, പക്ഷെ അങ്കിൾ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ചില ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടാകും. ഏറ്റവും അവസാനം ബാക്കിയാവേണ്ടത് എന്താണ്? നന്മ, വെളിച്ചം, പ്രകാശം, പ്രസാദം, അല്ലേ? എല്ലാ ഇരുളും മനസ്സിൽ നകന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ പൂത്തിരി കത്തുന്ന ഒരവസ്ഥ, വിശ്വാസത്തിൻ്റെ നല്ല വെളിച്ചം. അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ പ്രകാശമയമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. محمد خير خلق الله من مضر، محمد خير رسل الله كلهم، محمد دينه حق ندين به، محمد مجملا حقا على علمي، محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم، مولاي صل وسلم أبدا على حبيبك خير الخلق كلهم، مولاي محمد زينة الدنيا وبهجتها، محمد كاشف الغمات والظلم، محمد سيد طابت مناقبه، محمد صاغه الرحمن بالنعم، محمد صفوة الباري وخيرته، محمد طاهر من سائر التهم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، مولاي صل دائما أبدا على حبيبك خير الخلق كلهم، محمد ضاحك للضيف مكرمه، محمد جاره والله لم يضم، محمد طابت الدنيا بعثته، محمد جاء بالآيات والحكم، محمد يوم بعث الناس شافعنا، محمد نوره الهادي من الظلم، محمد قائم
صل وسلم وبارك عليه وعلى آله. Trust across generations. UAE Exchange, world's trusted money transferer. ഡോർ ടു ഡോർ കാർഗോ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പോപ്പുലർ കാർഗോ LLC അബുദാബി ഇപ്പോൾ മുസഫ ഐക്കാഡിലും എല്ലാവിധ പാഴ്സലുകളും ഇന്ത്യയിൽ എവിടെയും സുരക്ഷിതമായി വളരെ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ. Fatima Supermarket and Department Stores Grand Eid Offer. Buy 2, get 1 free on ready-made textiles, sarees and footwear. Rush now. Offer valid till 31st August at all Fatima Supermarket outlets and Al Bateen Mall. Fatima Hypermarket, Supermarket and Shopping Centers across UAE and Oman. പഞ്ചകർമ്മ ചികിത്സാ വിധികളെ സംബന്ധിച്ചുള്ള പുതിയ ഗവേഷണം വിജയകരം. ആയുർവേദ ചികിത്സാ രംഗത്ത് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഒയാസിസ് രംഗത്ത്. ഇതൊരു ഹോസ്പിറ്റൽ മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങളുള്ള ആയുർവേദ റിസർച്ച് സെന്റർ കൂടിയാണ്. മാത്രമല്ല ഇവിടുത്തെ പരിസ്ഥിതിയുടെ പ്രത്യേകത ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്ക് വളരെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ഒയാസിസിലെ ചികിത്സയ്ക്കായി ധാരാളം പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ചികിത്സകൾക്കും ചെലവ് കുറവാണ് എന്നുള്ളതാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ.